1969-നും 75-നും ഇടയിൽ ഡബിൾ ഡെക്കർ ബസ്സുകൾ കൊച്ചിയിൽ സർവീസ് നടത്തിയിരുന്നു. ഈ ബസ്സുകൾ വില്യംഗ്ടൺ ഐലൻഡിനും പാലാരിവട്ടത്തിനുമിടയിലാണ് സർവീസ് ആരംഭിച്ചിരുന്നത്. ഈ സർവീസ് അക്കാലത്തിൽ നിർത്തലാക്കുകയും പിന്നീട് 36 വർഷത്തിനു ശേഷം 2010 പുനരാരംഭിക്കുകയും ചെയ്തു. കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും മാത്രമാണ് ഡബിൾ ഡെക്കർ ബസ്സുകൾ നിലവിൽ സർവീസ് നടത്തുന്നത്. സർവീസ് നടത്തുന്ന 3 ഡബിൾ ഡെക്കർ ബസ്സുകളിൽ 2 എണ്ണം തിരുവനന്തപുരത്തും 1 എണ്ണം കൊച്ചിയിലുമാണുള്ളത്. 1964 മുതൽ KSRTCയുടെ ഭാഗമായിട്ടുള്ള ഒരു വാഹനമാണ് ഈ ഡബിൾ ഡെക്കർ. ഇത് ഒരു പാരമ്പര്യത്തിൻ്റെ KSRTC തുടങ്ങുമ്പോഴത്തേക്ക് ശ്രീ ചിത്തിരഞ്ജന മഹാരാജാവ് ഡബിൾ ഡെക്കർ മോഡലുള്ള ഒരു ബസ്സിലാണ് ആദ്യമായി 33 ഈ RTC സർവീസ് തിരുവിതാംകൂറിൽ തുടങ്ങിയത്. അതുപോലെ അതിൻ്റെ ഒരു പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളിപ്പോൾ KSRTC 4 ബസ് ഈ ഡബിൾ ഡെക്കർ പ്രത്യേകിച്ച് ചെയ്ത് മഹാരാഷ്ട്രയിലെ ഒരു കമ്പനിയിൽ നിന്ന് പ്രത്യേകിച്ച് ചെയ്തുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ സിറ്റി ഡിപ്പോയിൽ 2 എണ്ണവും എറണാകുളം ജില്ലയിൽ 2 എണ്ണം, അങ്കമാലി ഡിപ്പോയിൽ 2 എണ്ണമായിട്ട് 4 ബസ് ഞങ്ങളിപ്പോഴും ഈ അടുത്ത തലമുറയ്ക്ക് പരിചയപ്പെടുത്താനായിട്ട് ഞങ്ങൾക്ക് ഇതുകൊണ്ട് വലിയ നേട്ടമില്ല എങ്കിലും അടുത്ത തലമുറ എന്താണ് ഈ ഡബിൾ ഡെക്കർ എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി KSRTC ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരു ബസ്സാണ്. ഞങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് വിവിധ തരം ബസ്സുകളിലെ ഒരു ഭാഗമായിട്ടുള്ള ബസ്സാണ് ഈ ഡബിൾ ഡെക്കർ ബസ്. അതിപ്പോൾ സിറ്റിയിൽ ഞങ്ങൾക്ക് 2 ബസ് അടിക്കുന്നുണ്ട്. അത് ഒരെണ്ണം ഞാൻ ലൈനിൽ ഓടിക്കുന്നുണ്ട്. അത് പോകുന്ന ചില നിശ്ചിത റൂട്ടുകളുണ്ട്. ആ റൂട്ടിലൂടെ മാത്രമേ അത് ഓടിക്കാൻ കഴിയുള്ളൂ. കാരണം പൊക്കം 2 ബസ്സിൻ്റെ പൊക്കം ഉള്ളതുകൊണ്ട് എല്ലാ റൂട്ടിലും ഈ ബസ് ഓടിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതിന് വേണ്ടി ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ചില റൂട്ടുകളുണ്ട്. ഉദാഹരണം ഇപ്പോൾ ഇപ്പോൾ കിഴക്കേക്കോട്ടയിൽ നിന്ന് കോവളം, കിഴക്കേക്കോട്ടയിൽ നിന്ന് ശാസ്ത്രമംഗലം, കിഴക്കേക്കോട്ടയിൽ നിന്ന് വേളി, ശംഖുമുഖം, പോസിറ്റീവിൻ്റെ ശംഖുമുഖം, ഇത്രയും റൂട്ടിലാണ് ഞങ്ങൾ ഓടിക്കുന്നത്. ദേശീയപാതയിൽ അങ്കമാലിക്കും തോപ്പുംപടിക്കുമിടയിൽ എല്ലാ സ്റ്റോപ്പുകളിലും ബസ് നിർത്തുന്നു. ഓർഡിനറി ബസ്സിനോട് തുല്യമാണ് ടിക്കറ്റ് നിരക്കും. കൂടുതൽ ആസ്വാദകരമായ യാത്രയും ഡബിൾ ഡെക്കർ ബസ്സിനെ വ്യത്യസ്തമാക്കുന്നു. മുകളിലെ ഡെക്കിൽ നിൽക്കാൻ അനുവാദമില്ല എന്നുള്ളതൊഴിച്ചാൽ ബാക്കിയെല്ലാം സാധാരണ ബസ്സുകളിലെ നിയമങ്ങൾ തന്നെയാണ് ഡബിൾ ഡെക്കർ ബസ്സുകളും ശീലിച്ചു പോരുന്നത്. എൻ്റെ പേര് സുർജിത്താണ്. ഞാൻ ഈ ഡബിൾ ഡെക്കറിലെ ഡ്രൈവറാണ്. ഇത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൗതുകകരമായ ഒരു കാഴ്ചയാണ്. മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന ഒത്തിരി പേർക്ക് ഇത് വളരെ കൗതുകം തോന്നുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ്. പിന്നെ KSRTCയെ സംബന്ധിച്ചിടത്തോളം ഇത് റൂട്ട് സർവീസ് ഓടുന്നുണ്ട്. അതിന് പുറമേ തന്നെ നമുക്ക് ഒരു ടിക്കറ്റ് ഇതര വരുമാനം എന്നുള്ള നിലയിലും ഇത് ഹെറിറ്റേജ് സർവീസായും ഇവിടെ ഓടുന്നുണ്ട്. അപ്പോൾ അതിൽ സിനിമ ഷൂട്ടിങ്, പിന്നെ ബർത്ത്ഡേ പാർട്ടികൾ, അങ്ങനെയുള്ള വിവാഹ സൽക്കാരങ്ങൾ ഇതെല്ലാം ഇതിനകത്ത് നടത്തുന്നുണ്ട്. ഇതെല്ലാം ടിക്കറ്റ് ഇതര വരുമാനമായി നല്ലൊരു പ്രോഗ്രാമാണ് നടക്കുന്നത്. പിന്നെ ജനങ്ങൾക്ക് തന്നെ കൂടുതൽ ഇതിനു വേണ്ടി യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന ഒത്തിരി പേരുണ്ട്. സ്കൂളുകാരുണ്ട്, അവരൊക്കെ വന്നതിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്നവരുണ്ട്. സ്ഥിരം യാത്രക്കാരുണ്ട് ഈ റോഡിൽ പോകുന്നവർ തന്നെ. അപ്പം അങ്ങനെ കുറേ നേട്ടങ്ങൾ ഇതിനുണ്ട്. പിന്നെ കുറച്ച് മറ്റ് ഇലക്ട്രിക് ലൈനിൻ്റെയും മറ്റ് ഈ കൊമ്പുകളുടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇത് ഓടിക്കാനായിട്ട് ഞങ്ങൾ പ്രത്യേകം പരിശീലനം കിട്ടിയാണ് ഞങ്ങളെല്ലാവരും ഓടിക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ ഇന്നലെ ഡബിൾ ഡെക്കർ ബസ്സിൽ നിന്ന് കയറാനിടയായി. അപ്പം വളരെ നല്ലൊരു അനുഭവമാണ് ഞാൻ സത്യം പറഞ്ഞാൽ. അതായത് നമ്മൾ നോർമലി ഒരു സാധാരണ ബസ്സിലൊക്കെ കയറിയ ഒരു എക്സ്പീരിയൻസേ ഉള്ളായിരുന്നു. പക്ഷേ ഡബിൾ ഡെക്കറിലോട്ട് കയറിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ സാധിക്കുന്നത്, അതായത് നമ്മൾ ഹൈറ്റ് തന്നെയാണ്. നമ്മൾ 2ാം നിലയിലൊക്കെ രണ്ടാമത്തെ ഫ്ലോറിലൊക്കെ ഇരിക്കുമ്പോഴത്തേനും നമുക്ക് ആ റോഡിലെ വിസിബിലിറ്റി അല്ലെങ്കിൽ ഞാൻ ആ ടോട്ടൽ വ്യൂ ഉണ്ടല്ലോ, നമ്മൾ ഇരിക്കുമ്പോൾ താഴോട്ട് നോക്കുന്ന ആ ഒരു വ്യൂ തന്നെയാണ് നമുക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അത് ടൂറിസ്റ്റുകൾക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ്. അതായത് നമുക്ക് വലിയ എക്സ്പെൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ഡബിൾ ഡെക്കർ ബസ് എന്ന് പറയുന്നത്. അപ്പം പുതിയൊരു പ്രൊമോഷൻസ് ആണെങ്കിലും ഇപ്പോൾ KSRTCയുടെ നല്ലൊരു പ്ലാൻ തന്നെയായിരുന്നു ഇത് കേട്ടോ. അതുകൊണ്ട് ട്രൈ ചെയ്യാൻ പറ്റും. ടൂറിസ്റ്റുകളൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. വലിയ എക്സ്പെൻസീവ് കാര്യങ്ങളൊന്നും അല്ല. അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്.
കൊച്ചിയിലേക്കെത്തുന്ന യാത്രികർ മെട്രോ യാത്ര ഒഴിവാക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. ഡബിൾ ഡെക്കർ ബസ്സും കൊച്ചി മെട്രോയും തമ്മിൽ ബന്ധമുണ്ട്. തോപ്പുംപടിയിൽ നിന്നുള്ള യാത്രയിൽ മെട്രോ റെയിൽ ലിങ്കിലുള്ള ഇടപ്പള്ളിയിലൂടെയാണ് ബസ് കടന്നു പോകുന്നത്. അതിനാൽ ഡബിൾ ഡെക്കർ മെട്രോ യാത്രകൾ സംയോജിപ്പിക്കാൻ കഴിയും എന്നുള്ളത് കൊച്ചി യാത്രകളെ കൂടുതൽ മധുരമുള്ളതാക്കുന്നു. പൊതുവെ തിരുവനന്തപുരം ജില്ലയിലെ ബഹുഭൂരിപക്ഷം യാത്രക്കാരും ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ബസ് ടിക്കറ്റ് വരുമാനത്തിലൂടെ ലാഭകരമായിട്ട് ഓടിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ക്രൗഡായിട്ടുള്ള റൂട്ടിൽ ഇത് ഓടിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് ഇത്തിരി സൗകര്യപ്രദമായിട്ട് റൂട്ടിൽ ഓടിക്കുക, അതിന് അത്രയും വലിയ ക്രൗഡില്ല. എങ്കിലും ഞങ്ങൾ നഷ്ടം സഹിച്ചുകൊണ്ട് ഓടിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ KSRTCയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അത് ആ ഒരു നഷ്ടം നികത്താൻ വേണ്ടി ഞങ്ങൾ ഈ ഹെറിറ്റേജും ഇതുമൊക്കെ ഇങ്ങനെ കിട്ടുന്ന സാധ്യത ഉള്ള ഇതിലോട്ട് ഡൈവേർട്ട് ചെയ്ത് പരസ്യത്തിനും, അല്ലാതെ ഇനിയിപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ഇതിനകത്ത് റെസ്റ്റോറൻറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതിനെങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വരും തലമുറയ്ക്ക് ഡബിൾ ഡെക്കർ എന്താണെന്ന് അറിയാൻ വേണ്ടി, അവർക്കത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതെങ്ങനെ ലാഭകരമാക്കാം എന്നുള്ള ഐഡിയയിലോട്ട് ഞങ്ങൾ ഡൈവേർട്ട് ചെയ്തു. നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് പരസ്യത്തിനൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ടിക്കറ്റ് ഇതര വരുമാനം സംഘടിപ്പിക്കുന്നുണ്ട്. ഇനിയും അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് വന്നു കഴിഞ്ഞാൽ അത് കൊടുത്ത് അതിനങ്ങനെ ചെയ്ത് വരുമാനം വർദ്ധിപ്പിക്കാൻ തന്നെയായിരിക്കും മുൻഗണന നൽകുന്നത്. അങ്കമാലി ഡിപ്പോയുടെ ഒരു തിലകമായി നിലനിൽക്കുന്ന ഈ RN 766 ഡബിൾ ഡെക്കർ വാഹനം എന്നും ഞങ്ങൾക്കൊരു അഭിമാനം തന്നെയായിരുന്നു. ഈ വാഹനത്തിൽ കയറാനായിട്ട് സ്ഥിരമായിട്ട് കുറേ യാത്രക്കാരുണ്ട്. സ്ഥിരമായി യാത്ര ചെയ്യുന്ന കുറേ യാത്രക്കാർ ചേർന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പരസ്പരമായിട്ട് അവർ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുകയും വാഹനത്തിൻ്റെ പുറപ്പെടുന്ന സമയം അവസാനിക്കുന്ന സമയങ്ങളും ഇവർ പരസ്പരം ചർച്ച ചെയ്യുകയും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പരസ്പരം ഇവർ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അറിയിക്കുകയും ചെയ്യുകയുണ്ടായിരുന്നു. ഓപ്പൺ ഡെക്കുകൾ പോലെ ഒരു പിടി പുത്തൻ മാറ്റങ്ങളോടുകൂടി KSRTC ഡബിൾ ഡെക്കർ ജനമനസ്സുകൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള മാറ്റങ്ങളിലൂടെ KSRTC നഷ്ടപ്പെട്ടുപോയ ആ പഴയ പ്രൗഢി വീണ്ടെടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം.